വാ കേറി 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 12:05 ഞാൻ പിന്നെ പെട്ടെന്ന് പ്രിപ്പയർഡല്ലായിരുന്നു. നമുക്കില്ലെങ്കിൽ അയ്യോ തിരിച്ച് മുള്ളിക്ക് പണ്ടേ ഉള്ള പ്രശ്നമാണ് കേട്ടോ ഈ പഴയ സാധനങ്ങൾ മറന്നു വെക്കുന്നത്. പാസഞ്ചേഴ്സിനെയും വിളിക്കണം കേട്ടോ. 2 പഴയ സാധനം ഉണ്ടായിരുന്നു. കീരി ഉണ്ടായിരുന്നല്ലേ? പക്ഷെ ബാക്കിലുള്ളവൻ ഇപ്പോഴും ബാക്കിൽ തന്നെ ഇരിപ്പുണ്ട്. അധികം കൂടെ ഇല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ കീരി. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ വന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ല, സത്യം പറയാലോ. ഇവൻ ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ബാബു. ഈ സമയത്ത് പോയാ കാണുമെന്ന് തോന്നുന്നു. ആരും ഉണ്ടാവില്ല സ്കൂളില്. പക്ഷെ അത് പൊട്ടിക്കട്ടെ നമുക്ക്. ആധാരമൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആധാരം വെച്ച് പൂട്ടിക്കാനാ പള്ളി? എന്താടാ ആധാരം വെച്ചിട്ട് മുന്നാധാരം വെച്ച് പൂട്ടിക്കുന്ന പരിപാടിയാണോ? മുന്നാധാരം വെച്ച് ഇത് പൂട്ടിക്കുന്ന കംപ്ലീറ്റ്ലി പൂട്ടിക്കുക അല്ല നമ്മുടെ ടാർഗറ്റ്, മനസ്സിലായവാ? ഇത് ഇത് വേരോടെ കുഴിച്ചു മൂടണം. ടാർഗറ്റ് നമുക്ക് ഇതൊന്ന് പോയി നോക്കാം സ്കൂൾ വരെ. ഞാൻ പറഞ്ഞ കാര്യണ്ട ബാബു, അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളവിടെ ഉണ്ടെങ്കിൽ നിനക്കിനി അടുത്ത വർഷം വന്നാ മതി. ചാനലാക്കി എന്നാ ഓക്കെയാണ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു മള്ളി, മള്ളി സിംഗിൾ ആയോ വീണ്ടും? അപ്പൊ പിന്നല്ലാതെ ഞാൻ പോയിന് മള്ളിക്കിട്ട് ഒരു പെൺകുട്ടി ബാബു. ബാബു ആയിരുന്നു ബാബു വാസുമോന്റെ ലക്കി ചാം. ആ ചാമ്പ് വാസുമോന് നഷ്ടപ്പെട്ടു ബാബു പോയതോട്. എന്നാലും കുറെ നശിച്ച് ഞാൻ വന്ന് കേറിയിട്ടുണ്ടല്ലോ അപ്പൊ അതുപോലെ പുതിയതായൊരു വണ്ടിയില്ല തോന്നുന്നു. അല്ല നിങ്ങള് ചില ദിവസങ്ങൾ കറക്റ്റ് ആയിട്ട് കയറാറുണ്ട് അല്ലേ വാസുമോനെ? അതെ അതെ, ഞാൻ എന്റെ തെറ്റാ വാസുമോനെ. വാ തുറക്കരുതായിരുന്നു. ബാക്കിലെ ടീമായിട്ട് വള്ളി എടുത്തത് അറിഞ്ഞായിരുന്നോ? ഉണ്ടല്ലോ ആ ബാക്കിൽ നിന്ന് ഹൈന അമ്മമാരോട്ട് വള്ളി അസംബ്ലി നടക്കണം കേട്ടോ. അസംബ്ലി അസംബ്ലി വന്നല്ലോ. മലയാള ഭാഷ അല്ലേ? ഇത് എനിക്ക് മാറിയില്ലേ? അയ്യോ എനിക്ക് തുറക്കാറില്ല, ഞാൻ ഇവിടെ ഇല്ല. ഞാൻ പറയാം, അവരോട് പറയാം. നിന്നെ ഇല്ലാതെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം കേട്ടോ, മലയാളം ടീച്ചർ ഇല്ലാതെ. മലയാളം സാർ ബാക്കിയെല്ലാരും വിളിക്കണേ. പക്ഷെ മുള്ളിയകത്ത് വരും, ഞാൻ മുള്ളിയെ കൊണ്ടുവരാതെ ഞാൻ പറ്റില്ല. സ്കൂള് പൂട്ടിക്കാൻ വന്ന അങ്ങനെ ഫോട്ടോ എടുക്കുന്നു. നിനക്കറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, വല്ല അറിയോ? ഓക്കെ ഓക്കെ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന അറിഞ്ഞിട്ട് വന്നതാ സ്കൂളില്. നിങ്ങൾ ഫോട്ടോ എടുത്ത് ഭയങ്കര മോശമായി. എടുക്കാം. മീനുട്ടി കേക്കാവോ? കൊച്ചുമുണ്ടല്ല തലക്കണം അങ്കിളെ തന്നെ. അച്ഛനാടി അങ്കിള്. എലി എവിടെ? അങ്കിളാ എലി ഫോട്ടോ എടുത്തിട്ട് വരട്ടെ, ബാക്കി എന്നാലും സംസാരിക്കാം. വിഷമൊന്നുമില്ലല്ലേ? എന്തൊരു വിഷമം. അയ്യോ മീനുട്ടി, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു മീനുട്ടി, അതുകൊണ്ടല്ലേ കാണാൻ പറ്റാ. മീനുട്ടി എങ്ങനെ പോകുന്നു സ്കൂളൊക്കെ?
കുത്തിവെച്ചോ? അതെ, നമ്മൾ നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വാക്സിനേഷൻ ഒക്കെ തരും. ആ വാക്സിനേഷനാ. പോട്ടെ കേട്ടോ. വാസുമാമ ഗാങ്ങിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഇവിടുത്തെ EMS പറഞ്ഞൊരു ഇൻഫർമേഷൻ ആട്ടോ. ഇവിടുത്തെ ടീച്ചർമാരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്. എന്തോ മിനിറ്റ് സ്കൂൾ അടച്ചുപൂട്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ EMS അത് ലീക്ക് ചെയ്യാന്ന് പറഞ്ഞു. എണ്ണം കേൾക്കുന്നില്ല. അയ്യോ, തിരക്കായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിളിക്കാൻ. ഞാൻ മൈനൂട്ടി എന്താ പറഞ്ഞേ? ബാബുഷേട്ട് അതിൽ പോവല്ലേ, ഒരു മിനിറ്റ് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ മീനുട്ടി വന്ന് സ്കൂൾ അടച്ചുപൂട്ടാൻ പ്ലാൻ പേരെന്ന് പറയാം. ഹെഡ്. നിന്നെ വിളിച്ചായിരുന്ന മുതലാളി നിന്റെ പേരാണ് കൊക്കെ. ആ, നിന്നെ മുതലാളി എന്നാണല്ലോ എല്ലാരും വിളിക്കുന്നേ. കോക്കുണ്ടേ ബാബു സാർ ഒരു വാക്സിനേഷൻ. ഇല്ല, ഞാൻ മള്ളി. ഇവിടത്തെ സാറുമാർക്കെല്ലാം ഇൻഡസ്ട്രി എടുക്കുന്നുണ്ട്. സാറുമാർക്കല്ലോ? അന്ന ഡോക്ടർ ഇൻഡക്ഷൻ ചന്തിയിൽ വെച്ചാന്ന് പറഞ്ഞേ. അയ്യോ, അത് മള്ളി, എനിക്ക് ഒരാള് എന്റെ കൈ ഒന്ന് പിടിച്ചിരിക്കുന്ന മള്ളി ബാക്കിൽ ഇൻഡക്ഷൻ എടുക്കുമ്പോ. ഞാൻ പിടിച്ചേരാ. അല്ലല്ല, അത് അങ്ങനെയാണെങ്കിൽ ഇൻഡക്ഷൻ എടുക്കാൻ പറ്റത്തില്ല സാറേ. അത് അങ്ങനെ പറയരുത് സാറിന് ഇൻഡക്ഷൻ ഞാൻ തരൂലേ. അയ്യോ, കൈ പിടിക്കണേ. ഇവന്റെ എന്തി പിടിക്കാൻ നീ? മുള്ളി എന്റെ കൈ പിടിച്ചേക്കണേ. ഇവ ഇൻഡക്ഷൻ എന്ത് വെച്ചാ എടുക്കണേന്ന് നോക്കിക്കൊള്ളേ. ഇൻജക്ഷൻ നോർമൽ ഇൻജക്ഷൻ സിറിഞ്ച് വെച്ചിട്ട് സാർ എടുക്കും. PTM മീറ്റിംഗ് നടക്കുവോ സാറേ? ഇത് കഴിഞ്ഞിട്ട് എടുക്കാവേ. PTM മീറ്റിംഗ് പ്രശ്നമാണ് സാറേ. PTM മീറ്റിംഗ് നടക്കുവാ, അത് കഴിഞ്ഞിട്ട് എടുക്കാം. അയ്യോ, ആ പറഞ്ഞത് കുട്ടി. സുഖല്ലേ? ഓ, സുഖം. ഞാൻ വെറുതെ സ്കൂളിലോട്ട് വന്നാണ് എന്റെ കൂടെ. ബാബുഷേട്ടിനെവിടെ? വെളിയിലോട്ട്. അതെ, ഇങ്ങോട്ടോ. എന്ത് ചെയ്യാ? ഹലോ, അതെ, പീഡി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇല്ലീഗൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാബുസേട്ടോട് മാറ്റി വെക്കാൻ പറഞ്ഞേക്കെ. എന്തിനാ ഐറ്റംസ് നോക്കവര്. എനിക്കൊരു മൊഴി തന്നു. എന്താടാ? ടീച്ചർമാരുടെ വെപ്പൺസ് കണ്ടിട്ടുണ്ടെന്ന്. അപ്പം EMS വേണേ മൊഴി കൊടുക്കാന്ന് പറഞ്ഞു. സ്കൂള് അടച്ചുപൂട്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. എടാ, വെപ്പൺസ് കണ്ടാലും അത് ഇവിടുത്തെ പീഡിയല്ല, ഇവര് മറ്റേ വശീകരിച്ച് വെച്ചിരിക്കാണ്. മനസ്സിലായേ? എന്തൊരു ചെയ്യും? EMS വേണേ മൊഴി കൊടുക്കാന്ന് പറഞ്ഞു. EMS മൊഴി കൊടുത്താൽ അത് വാലിഡ് മൊഴിയല്ലേ? EMSനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചേരെ, ബാക്കി നമുക്ക് നോക്കാം. ഇല്ലില്ല, കഴിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പാ വല്ല വറുത്തരച്ച് വെക്കണം. ബാബു, ഈ മൂഞ്ചി സ്കൂളിലെ പരിപാടി കഴിഞ്ഞെങ്കിൽ പറയണേ, ഞാൻ വെളിയ സൈഡിലുണ്ടോ. ഫോട്ടോയും വെച്ച് ആധാരത്തിനകത്ത് പേരും കേട്ടപ്പോ ഇത് മൂഞ്ചിയതായി. അങ്ങനെ ഉദ്ദേശിച്ചതല്ലേ ഇത്. നിനക്കൊരു കാര്യം ബാബു, എനിക്ക് ഇപ്പൊ ആ ഡോക്ടർ വന്നപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, എലി എന്താ ഇത്ര സ്ട്രെസ് എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് ഒരു പരസ്യം ഇട്ടോട്ടെ. സാറ് സീരിയലിനിടയ്ക്ക് പരസ്യം വരും. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഒരു പരസ്യം പിടിച്ചോട്ടെ. ഒരു മിനിറ്റ് അത് കഴിഞ്ഞ് ബാക്കി പറയണേ. പഴയ ഉള്ളത് കേൾക്കാൻ വേണ്ടി ഒരു വിഷമില്ലേ? പുള്ളിയുടെ എല്ലാം വെച്ച് കാത്തിരുന്ന് വന്നപ്പോഴത്തേന് പുള്ളി വന്നിട്ട് ഒരു മിനിറ്റ്, രണ്ടാമത്തെ പരസ്യം സമയമായേ. ഒരു മിനിറ്റ് മള്ളി, 2 സെക്കൻഡ് സമയം കൊടുക്കണേ. പല പെൺപിള്ളാരും തെറ്റാക്കാൻ ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എലി. ഇത് നമ്മൾ അങ്ങനെ അല്ലല്ലോ എലിയെ കണ്ടത്. മള്ളി എന്റെ മള്ളി എലി അങ്ങനെ അല്ലല്ലോ പെണ്ണിട്ടില്ലായിരുന്നോ? എന്താ? അല്ല, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലല്ലായിരുന്നല്ലോ എലി. ഇത് നിങ്ങൾ ആ ബന്ധത്തിലാണോ ഈ ഫോട്ടോ വെച്ചത്? ആ ബന്ധത്തിലാണ് ഫോട്ടോ വെച്ചത്. ഈ സ്കൂള് ഞാൻ എഴുതി വെച്ചതല്ല. ഈക്വൽ പാർട്ണർഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കൂൾ തുടങ്ങിയിട്ട് എത്ര മാസമായി? 2 മാസം. ഈ 2 മാസമായിട്ട് നീ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും റവന്യൂ വന്നിട്ടുണ്ടായിരിക്കും?
റവന്യൂ കിട്ടണ്ടേ? അഡ്മിഷൻ ക്ലോസ് ആയില്ലല്ലോ. ഇതുവരെ നിനക്ക് ഇവർ ഇതാണ് പ്രശ്നം, ഇതാണ് നമ്പർ 1 പ്രശ്നം. തന്റെ പട്ടിയുടെ പൂച്ചിന്റെ കഴിവിന്റെ കൂടെ മുള്ളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല. ശശിയെ ഇപ്പൊ വരാം, ശശി ഇപ്പൊ വരാം, അമ്മ ഇപ്പൊ വരാം. എലി മാഡം ആ അതിന്റെ ഇടയ്ക്കൂടെ ബാക്കിൽ പിള്ളേര് രണ്ടുപേരും കൂടെ കിസ് ചെയ്യുന്നു, ആൺകുട്ടി പെൺകുട്ടി. എനിക്ക് ജീവിതം ഞാൻ മടുത്തി. അത് പോലീസുകാരുടെ മുന്നിൽ വെച്ച്. ഇത് സ്കൂള് തന്നെയാണോ ഇത്? ബാബു, ഞാനൊരു കാര്യം പറയാം, ഇത് പ്രിൻസിപ്പളുടെ വേദന പിള്ളേർ അറിഞ്ഞു ചെയ്യുവാണെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്കും ഇതൊന്നും നടക്കും. ഹലോ എടാ, എന്താ റേഡിയോയിൽ എന്താ ഇതിൽ പ്രശ്നമുണ്ടോ? ആ ഓക്കെ, എന്തെങ്കിലും ഉണ്ടേ വിളിക്കണം, ഞാൻ ഇവിടത്തെ ഉണ്ടേ. വാക്സിനേഷൻ കഴിഞ്ഞെങ്കിൽ പറഞ്ഞു വിടാവോ? എനിക്കില്ല, ഞാൻ വാങ്ങിച്ചു. എല്ലാത്തിനും ചന്തിക്കകത്ത് ചെറിഞ്ചു കുത്തി കയറ്റിയേക്കോ, എന്നിട്ട് അവൾ കുന്നു നടക്കുന്നു. ആ പറഞ്ഞോ, ബാക്കി സീരിയലിൽ കാട്ടിച്ച്. അപ്പൊ സീരിയലൊന്നുമല്ല, ഞാൻ സീരിയൽ ലോങ് മെസ്സേജ് അയച്ചായിരുന്നു. കോൺവെർസേഷൻ അതിന്റെ കണ്ടില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ വായി വന്നു. അങ്ങനെ അതിന്റെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ നടന്നിട്ടിരിക്കും. അഡ്മിഷൻ 2 ദിവസത്തിനുള്ളിൽ തീരും. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതുവരെ 5 പൈസ കിട്ടിയിട്ടില്ല? 5 പൈസ അല്ല, അഡ്മിഷൻ ഫീ ആയിട്ട് ഒരു 2-3 കോടി കിട്ടി, അത്രേ ഉള്ളൂ. നമ്മൾ അഡ്മിഷൻ ഫീ ഒന്നും വാങ്ങിക്കുന്നില്ല വാസണ്ണ. എന്തിനാണ് നമ്മള് പിള്ളേരെ ബിസിനസ് ആക്കുന്നത് ഇതൊക്കെ? പിന്നെ ഇത് ബിസിനസ് ആണ്, പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാ? അല്ല, പാർട്ണർഷിപ്പ് അല്ല, ഇതിന്റെ സ്കൂളിന്റെ ഓണർഷിപ്പ്. അല്ല, ഇനി അവർ കഞ്ഞി കൂടെ. അപ്പൊ പാർട്ണർഷിപ്പ് ആയിട്ട് മുരളിക്ക് ഉച്ചക്കത്തെ കഞ്ഞി മാത്രം കൊടുക്കാനാണോ പ്ലാൻ? അല്ല, അതല്ല ചോദ്യം. എന്നാ പിന്നെ 2-3 കോടി മേടിച്ചെന്തിനാ പൈസ വേണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തു എല്ലാവർക്കും? അല്ല, നമ്മൾ അങ്ങനെ ആയിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് ഇവരെല്ലാരും കൂടെ പറഞ്ഞു അഡ്മിഷൻ ഫീ വാങ്ങിച്ചു വെക്കണം, പിന്നെ ക്വാർട്ടർലി ഫീയും കൂടെ. ഇപ്പോഴത്തെ പ്ലാൻ ആണ് അത്. അപ്പൊ നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. എനിക്കും ജീവിക്കണ്ടേ, ഇവിടെ ഉള്ള ടീച്ചർമാരെയൊക്കെ നോക്കണ്ടേ. എന്തായാലും പെമ്പിളാരെന്ന് പറയാം, ഞാൻ ഇവിടെ ടീച്ചേഴ്സ് ഒരു 1-2 ടീച്ചറിനെ വേണമെങ്കിൽ ഞാൻ മുരളി കൂടെ നോക്കിക്കോളേ. മൂന്ന് പേരൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഞാൻ മാനേജ് ചെയ്യാം. എനിക്ക് വേണ്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സഹായിക്കല്ലേ. ഈ കൊക്കിനെ പട്ടിയെ കൊരകനെയൊക്കെ നീ നോക്കിക്കോ, ബാക്കി മനുഷ്യൻ പെമ്പിള്ളാരൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതെ. അങ്ങനാണെങ്കിൽ ഇവിടുത്തെ 5 പെൺടീച്ചർക്ക് ശമ്പളം കൊടുക്കാം. കൊക്ക് നോക്കിയാ മതി, നീ വല്ല കാട്ടിലും പറന്നു പോ. നീ എന്തിനാണ് പിന്നെ ഈ നാട്ടിൽ കിടന്ന് വിരകുന്നേ? നാട്ടിൽ പോയി വല്ല അല്ല, ഈ കുക്ക് ആണാണോ പെണ്ണാണോ മള്ളി? ആണാണ്. ശശി ആൺകുട്ടിനായിട്ട് അധികം കളിക്കാൻ നിൽക്കണ്ടോ ഇല്ലേ? കുണ്ടകൊക്ക്. പിന്നെ കുണ്ടനെ ഞാൻ ശശി മേസ്ത്രി വിളിക്കാം. അല്ല, എന്തൊക്കെ കേക്കണം, എവിടെ ചെന്നാലും ഈ കൊക്കും ഇതുമാണ് എനിക്ക്. സത്യം. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഞാൻ സത്യം പറയാം ബാബു, ഓണസ്റ്റ് ആയിട്ട് പറയാം. നീ എന്നാ ചോദിച്ചില്ലേ അതിനുശേഷം ഒരു പെണ്ണ് പോലും ഉണ്ടായിട്ടില്ലേന്ന്? അവസാനത്തെ പെണ്ണെന്ന് പറയുന്നത് ഇതാണ്, ഈ ട്രോമ. മനസ്സിലായ? ഈ ട്രോമയിൽ എങ്ങനെ പറ്റും? കൊക്ക്, കൊരങ്ങൻ. ഞാനൊരു സ്നേഹനിധിയായ കാമുകയായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കഷ്ടപ്പെടേ. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. റൊമാൻറ്റിക് ആവാൻ പറ്റത്തില്ല ഈ ജീവിതത്തില്. ഒറ്റക്കെട്ടാന്ന് പറഞ്ഞിട്ട് മറ്റൊരു പരിപാടി കാണിക്കരുത്. ഒറ്റക്കെട്ടില്ല, മറ്റേ ആളെവിടെ പോയി? അലീനെന്തി? അവർക്ക് ചൊറിയാന്ന് പറഞ്ഞില്ല, അച്ഛന്റെ ചൊറി പകർന്ന് ചൊറി. ഞാൻ പറഞ്ഞില്ലേ ബാബു, നിനക്ക് ഇങ്ങോട്ട് വന്നു തിരിച്ചൊരു പോക്കുണ്ടാവില്ലത്. ഞാൻ പറഞ്ഞില്ലേ, അതങ്ങനെ വരുള്ളത്. സത്യമല്ലേ? മിസ് ചെയ്തേട്ടോ. എനിക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് സത്യം പറഞ്ഞ. അല്ലല്ല, ഞങ്ങള് വെളിയിലത്തെ ഒരു കാര്യം പറഞ്ഞു. വെളിയിലത്തെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമ്മുടെ പ്ലാൻ എന്താ? എനിക്ക് ഇങ്ങനെ ട്രോമ അടിച്ച്, ഇങ്ങനെ വിഷമിച്ച്, ഇങ്ങനെ ഡിപ്രസ്ഡ് ആയി നടക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇത് സെപ്പറേറ്റ് സംസാരിക്കും. ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. ഈ കേസ് സംസാരിക്കാൻ പറ്റിയതാ കക്കൂസാണ്. ഈ നാട്ടുകേസിൽ ആ നാട്ടുകേസിൽ ജയിച്ചോളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരാളെ വിളിക്കാം. ആ കുട്ടിയെടുത്ത് നിങ്ങൾക്ക് സംസാരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ മാനസികാവസ്ഥ. വിളിക്കട്ടെ? മനസ്സിലായിരിക്കണം. കുട്ടി, ചിന്നുമോളെ ഇങ്ങോട്ട് പറഞ്ഞിട്ടെ. ഈ മെൻസിന്റെ ടോയ്ലറ്റിലോട്ട് ചിന്നുമോളെ എന്ന് പറഞ്ഞിട്ടെ. ചിന്നുമോളൊന്ന് വേഗം വരാൻ പറയണേ, ഇപ്പൊ തന്നെ വരാൻ പറയണേ. കൊണ്ടുവിട്ടിട്ട് പോയിക്കോ. ഞാൻ ഇത്രയും ഡിപ്രഷൻ അടിക്കാനുള്ള കാരണം ആ കൊച്ചാണെന്നാണ് എനിക്ക് മനസ്സിലായത്. വരാൻ ലൈറ്റ് ആവുമെങ്കിൽ ഒരു പരസ്യം ഇടട്ടെ. പെട്ടെന്ന് വരല്ലേ?
കളയ ചിന്ന കിട്ടാ എലി വിളിച്ചത് എന്തോ ചിന്നു. സീരിയസ് സാറേ ഞാൻ ഇവളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഒരു ചെറിയ ബാത്റൂം ഇപ്പൊ അല്ല സാർ ഞാൻ വിളിക്കാം. ഞാൻ കിട്ടില്ല. ഇപ്പൊ ആന്റി പറയാം സാറേ പേഴ്സണലി സാറേ കൊച്ചി ചിന്നുമോളെ നിന്റെ കാമുകന്റെ പേരെന്താ? ചിന്നു പറ ചിന്നു. അപ്പു എത്ര ബിരിയാണി തരാന്ന് പറഞ്ഞ്? സാറേ എന്റെ കൊച്ചിനെ വഴിയാതിരാക്കി കഴിഞ്ഞാണ്ടല്ലോ സാറിന് അറിയാവുന്ന കഥയാണ് ഇതൊക്കെ. നിങ്ങൾ വന്നപ്പോ പരസ്യം കയ്യിലുള്ള തികയില്ല കേട്ടോ. മോളുടെ കയ്യിലിരിപ്പ് കേട്ടാണോ സാർ? ഇത് കൂടെ സാറോട് കേൾക്കണം. ഇതൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് വരുവാണ്. നിന്റെ രണ്ടാമത്തെ ഉണ്ണിക്കുട്ടൻ നിനക്ക് എത്ര ബിരിയാണി ഇപ്പം നിനക്ക് ഉണ്ണിക്കുട്ടനോടാണോ അപ്പൂനോടാണോ സ്നേഹം? ഓക്കെ. തപ്പുടു നിനക്ക് എത്ര ബിരിയാണി തരാന്ന് പറഞ്ഞു? അപ്പൊ നിനക്ക് ഇപ്പൊ നിനക്ക് ആരാ? അപ്പൂനോടാണോ തപ്പുടു കുട്ടനോടാണോ സ്നേഹം? കണ്ടോ സ്വന്തം ക്ലോണൊക്കെ ഇപ്പൊ ഉണ്ടാക്കി. പണ്ട് 5 ഏക്കർ പന്നിത്തോട്ടത്തിന് വേണ്ടിട്ട് പോയതല്ലേ? 5 ഏക്കർ പന്നിത്തോട്ടത്തിന് പോയതോടാണോ 10 ബിരിയാണിക്ക് പോയത്? അത് വളർന്നു വരുമ്പോ 10 ഏക്കർ കണക്ക് മനസ്സിലായോ? കുട്ടികളല്ലേ അവർക്ക് വിശപ്പിന്റെ ഇതിന്റെ പുറകെ പോയതന്നെ. മനസ്സിലായോ? വിശന്നിട്ട് ചിലപ്പോ എന്റെ ജീവിതം ഒന്ന് സംസാരിച്ചോട്ടെ സാറേ. ഞാൻ ഇപ്പൊ വരാം സാറേ. ചിന്നു വയ്ക്കോ? ആന്റി ഇപ്പൊ വരാം. വയ്ക്കോ. പറ. ഈ കൊച്ചു പിള്ളേര് വരും കാമുകനും ഒക്കെ ആയിട്ട് ഇവിടെ നടക്കുമ്പോ ബാബു എനിക്കില്ലേ ബാബു വിഷമം? അതായിരുന്നല്ലേ ടോപ്പിക്. അതിലേക്ക് വരാനായിരുന്നു ഇത്രയും വലിയ ഒരു ലെങ്തി സാധനം. മനസ്സിലായോ? സീരിയലിലൊക്കെ ഒരാൾ അടിക്കുമ്പോ കണ്ടിട്ടില്ലേ 3 എപ്പിസോഡിലാണ് സ്റ്റെയറിൽ നിന്ന് താഴെ വീഴണേ. തലയ്ക്ക് വട അടിച്ച് ചത്തുപോകുന്ന സീൻ. സ്റ്റെയറിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് 15ാമത്തെ സ്റ്റെപ്പ് വരെ എത്താൻ 3 ദിവസം എടുക്കും. അതിൽ 50 പരസ്യോ. മനസ്സിലായല്ലേ? ഈ സെയിം സ്കീമാണ് ഇവിടെ. ഇത് ഇത് പറയുന്ന എനിക്ക് പറ്റിയൊരു ഉത്തമ കാമുകനായിരുന്നില്ല മുരളി. പിന്നെ എങ്ങനെ നിങ്ങളുടെ മിക്കു കക്കൂസിന്ന് ഇറങ്ങിപ്പോ. മിക്കു കക്കൂസിന്ന് ഇറങ്ങിപ്പോ. മുള്ളു കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോണം.